ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം 27-ാമത്തെ ഭാഗമാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ശ്രീശുകൻ ബ്രഹ്മതേജസ്സായ സാക്ഷാൽ പരമാത്മ ചൈതന്യത്തെ സ്തുതിക്കുന്ന ഭാഗമായിരുന്നു നാം ചർച്ച ചെയ്തത്. ഇന്ന് നമുക്ക് ശ്രീ നാരദ മഹർഷി ഈ ബ്രഹ്മതത്വം തൻ്റെ പിതാവായ ബ്രഹ്മദേവനോട് ചോദിക്കുന്നു. പരീക്ഷിത്ത് ശ്രീശുകനോട് ബ്രഹ്മതത്വം ചോദിക്കുമ്പോഴാണ് അത് പറയുന്നതിന് മുൻപായി സാക്ഷാൽ ബ്രഹ്മത്തെ ഞാനൊന്ന് നമസ്കരിക്കട്ടെ, ഞാനൊന്ന് സ്തുതിക്കട്ടെ എന്ന് പറയുന്നത്. അതിൽ ശുകബ്രഹ്മർഷി പറയുന്നുണ്ട്, ഈ ജ്ഞാനം, ഈ ബ്രഹ്മജ്ഞാനം, ആത്മജ്ഞാനം ആദ്യമായി ബ്രഹ്മദേവനിൽ നിന്ന് തൻ്റെ മാനസപുത്രനായ നാരദ മഹർഷിക്കാണ് കൊടുക്കുന്നത്. നാരദ മഹർഷി സപ്തഋഷികൾക്കും തൻ്റെ പിതാവായ വ്യാസഭഗവാനും കൊടുക്കുന്നു. വ്യാസഭഗവാൻ അത് എനിക്ക് തന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നാരദ മഹർഷി തൻ്റെ പിതാവായ ബ്രഹ്മദേവനോട് ഈ ആത്മതത്വം ചോദിക്കുന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ ഇവിടെ വിവരിക്കുന്നത്. അത് ബ്രഹ്മനാരദ സംവാദം. ഒരു ദിവസം നാരദ മഹർഷി ബ്രഹ്മദേവനെ സമീപിച്ച് ചോദിക്കുകയാണ്, ദേവന്മാരുടെ ദേവനും ജനങ്ങളെയെല്ലാം അഭിവൃദ്ധിപ്പെടുത്തുന്നവനും ആദിയിലുള്ളവനുമായ അല്ലയോ ബ്രഹ്മദേവ, അങ്ങയ്ക്ക് നമസ്കാരം. ആത്മതത്വത്തെ ബോധിപ്പിക്കുന്ന ജ്ഞാനത്തെ എനിക്ക് ഉപദേശിച്ചു തന്നാലും അതിന് അങ്ങയ്ക്ക് കനിവുണ്ടാകണം. ഈ പ്രപഞ്ചത്തിന്റെ സ്വരൂപം എന്താണ്? ഇതെന്തിനെ ആശ്രയിച്ച് നിൽക്കുന്നു? ആരാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്? ഇത് നിലനിർത്തുന്നത് ആരാണ്? അവസാനം ഈ പ്രപഞ്ചം ലയിക്കുന്നത് ആരിലാണ്? ഇവയുടെ പരമാർത്ഥമറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കഴിഞ്ഞ കാലത്തുണ്ടായവയും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നവയും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതുമായ എല്ലാറ്റിൻ്റെയും പ്രഭുവല്ലേ അങ്ങ്? വിശേഷ ജ്ഞാനത്താൽ ഉള്ളം കയ്യിലെ നെല്ലിക്ക എന്ന പോലെ അങ്ങ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ അറിയുന്നവനല്ലേ? ബ്രഹ്മദേവനെക്കുറിച്ച് നാരദ മഹർഷി പറയുകയാണ് ഇങ്ങനെയൊക്കെ. അങ്ങയ്ക്ക് ഈ ജ്ഞാനമുണ്ടായത് ആരിൽ നിന്നാണ്? അങ്ങയ്ക്ക് ആശ്രയമായിരിക്കുന്നത് ആരാണ്? അങ്ങയേക്കാൾ ശ്രേഷ്ഠന്മാരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതാരാണ്? അങ്ങയുടെ വാസ്തവ സ്വരൂപം എന്താണ്? എട്ടുകാലി തന്നിൽ നിന്ന് നൂലിനെ പുറത്തേക്ക് പ്രകാശിപ്പിക്കുന്നത് പോലെ സ്വന്തം ശക്തി കൊണ്ട് അങ്ങ് തന്നിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു, തന്നിൽ തന്നെ നിലനിർത്തി സംരക്ഷിക്കുകയും ചെയ്യുന്നു. വിവിധ നാമങ്ങളെയും രൂപങ്ങളെയും ഗുണങ്ങളെയും കൂടിയവനായി ഈ ജഗത്തിൽ കാണപ്പെടുന്ന സ്ഥൂലവും സൂക്ഷ്മവും ആയ എല്ലാ വസ്തുക്കളെയും അങ്ങിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അങ്ങിൽ നിന്ന് അന്യമായി മറ്റൊരു വസ്തുവിനെയും ഞാൻ അറിയുന്നില്ല. എന്നാൽ ചിലപ്പോൾ അങ്ങ് ഉഗ്ര തപസ് ചെയ്യുന്നത് കാണുമ്പോൾ അങ്ങയേക്കാൾ ശ്രേഷ്ഠനായി ആരെങ്കിലും ഉണ്ടോ എന്നൊരു ശങ്ക എനിക്കുണ്ടാകുന്നു. സർവജ്ഞനും സർവേശ്വരനുമായ അങ്ങെനിക്ക് എനിക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഈ ലോകത്തെക്കുറിച്ച്, പ്രപഞ്ചത്തെക്കുറിച്ച്, ഈശ്വരനെക്കുറിച്ചൊക്കെ എനിക്ക് പറഞ്ഞു തന്നാലും എനിക്ക് മനസ്സിലാകുന്ന വിധത്തിൽ എന്നാണ് നാരദ മഹർഷി പറഞ്ഞത്. അവിടുത്തെ ആ പറച്ചിൽ വളരെ പ്രത്യേകതയുണ്ട്. നമുക്ക് അറിയാവുന്ന ജ്ഞാനം, നമ്മൾ ആത്മജ്ഞാനത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തി മഹാപണ്ഡിതനും ജ്ഞാനിയും ഒക്കെയാണ്. അപ്പോൾ ആ വ്യക്തിക്ക് അറിയാവുന്ന അതേ ലെവലിൽ നിന്നുകൊണ്ട് നമ്മൾ സാധാരണ മനുഷ്യർക്ക് ജ്ഞാനം ഉപദേശിച്ചാൽ നമുക്കത് ഗ്രഹിക്കാൻ കഴിയില്ല, നമുക്കത് രുചിക്കില്ല, നമുക്കത് പിന്തുടരാൻ ഒരു താല്പര്യം വരില്ല. എന്നാൽ എല്ലാവർക്കും നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ആരാണോ ബ്രഹ്മത്തെക്കുറിച്ച് അല്ലെ ആത്മാവിനെക്കുറിച്ച്, ഞാൻ ആരാണെന്നുള്ള ബോധത്തെക്കുറിച്ച് സംസാരിക്കുന്നത്, അപ്പോൾ നമുക്കതിലൊരു രസം ഉണ്ടാവും, അത് കേൾക്കാനൊരു താല്പര്യം ഉണ്ടാവും, നമുക്ക് അത് ആ ഒരു ജ്ഞാനത്തിൻ്റെ പിന്നാലെ നമ്മുടെ മനസ്സ് പായും. അപ്പോൾ അതാണ് അവിടെ പ്രധാനം. നാരദ മഹർഷി പറയുന്നു, അങ്ങക്ക് കിട്ടിയ ഈ ബ്രഹ്മജ്ഞാനം എനിക്ക് മനസ്സിലാകുന്ന പോലെ പറഞ്ഞു തന്നാലും എന്ന് പറയുകയാണ്. അങ്ങാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി ലയങ്ങളെയെല്ലാം ജനിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത്. ആദിയിലുള്ളത് അവിടുന്നാണെന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത്. പക്ഷെ അങ്ങ് ചിലപ്പോൾ ഉഗ്ര തപസ് അനുഷ്ഠിക്കുന്നത് കാണുമ്പോൾ അങ്ങയേക്കാൾ ശ്രേഷ്ഠനായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നുന്നു എന്ന് ബ്രഹ്മദേവനോട് പറയുകയാണ്. ഇത് ബ്രഹ്മത്തെ അറിയുവാൻ, ഈശ്വരനെ അറിയുവാൻ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാവർക്കും ഉള്ള ആദ്യത്തെ സംശയമാണ്.
സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ കരുതും ബ്രഹ്മദേവനല്ലേ എല്ലാ സൃഷ്ടിയുടെയും തുടക്കം, ബ്രഹ്മത്തിൽ തന്നെ എല്ലാം ചെന്ന് ലയിക്കുന്നു എന്നെല്ലാം നമ്മൾ ചിന്തിക്കും. ത്രിമൂർത്തികൾക്ക് അപ്പുറത്ത് ആരെങ്കിലും ഉണ്ടോ? സൃഷ്ടിക്കുവാനും നിലനിർത്തുവാനും സംഹരിക്കുവാനും 3 ഭാവത്തിൽ ഇവിടെ ശക്തി, 3 ഭാവത്തിലും രൂപത്തിലും പേരിലുമുള്ള ശക്തി ഇവിടെ ഉണ്ടല്ലോ, അതിനപ്പുറം വല്ലതുമുണ്ടോ എന്നൊക്കെയുള്ള ചിന്തകളോടെയാണ് നാമും നാരദ മഹർഷിയെപ്പോലെ ഇത് അറിയാനുള്ള കൗതുകത്തോടെ ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ ബ്രഹ്മദേവൻ മറുപടി പറയുകയാണ്, മകനെ നാരദൻ ബ്രഹ്മദേവന്റെ മാനസപുത്രനാണ്. എന്നുവെച്ചാൽ സങ്കല്പം കൊണ്ട് സൃഷ്ടിച്ചതിന് ഞാൻ മാനസപുത്രൻ എന്ന് പറയുന്നത്. മനസ്സുകൊണ്ട്, മനസ്സിലല്ലേ സങ്കല്പങ്ങൾ വിരിയുന്നത്. നമുക്കിപ്പോൾ ഒരു പൂവിൻ്റെ പടം വരയ്ക്കണമെന്നൊരു മനസ്സിൽ തോന്നുന്നു, നമ്മളത് വരയ്ക്കുകയില്ലേ? അതാണ് നമ്മുടെ സങ്കല്പം. നമ്മുടെ സങ്കല്പമൊക്കെ യാഥാർത്ഥ്യമാകണമെങ്കിൽ കഠിനമായിട്ടുള്ള ഇച്ഛാശക്തി അതിനുണ്ടാവണം. അപ്പോൾ ആ ക്രിയാശക്തിയും അതിനെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ജ്ഞാനശക്തിയും നമുക്കുണ്ടാവും. നമുക്കറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആദ്യം അതിനെക്കുറിച്ചുള്ള അറിവാണ് സമ്പാദിക്കുന്നത്. ആദ്യം അതിനുള്ള ഇച്ഛാശക്തി ഉണ്ടാവണം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ജ്ഞാനം, അറിവ് ക്രമേണ ഉണ്ടാകും. അതിലേക്ക് എത്തുവാനുള്ള ക്രിയകൾ, കർമ്മങ്ങൾ നമ്മെ കൊണ്ട് അനുഷ്ഠിപ്പിക്കും. അപ്പോൾ അങ്ങനെ നാരദ മഹർഷിയുടെ സംശയത്തിന് ബ്രഹ്മദേവൻ മറുപടി പറയുകയാണ്, നിന്റെ ചോദ്യം വളരെ നന്നായി മോനെ. ഭഗവാന്റെ മഹിമയെ പ്രകാശിപ്പിക്കുവാനുള്ള ഒരു സന്ദർഭം തന്നതുകൊണ്ട് നീ എനിക്ക് വലിയൊരു ഉപകാരമാണ് ചെയ്തത്. ഭഗവാന്റെ മഹിമയെക്കുറിച്ച് പറയുവാൻ ഞാൻ ആരോട് പറയും, അല്ലെങ്കിൽ ഇത് കേൾക്കാൻ ആരുണ്ട് എന്ന് വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നീ അതിനെക്കുറിച്ച്, ഭഗവാനെക്കുറിച്ച്, ആത്മതത്വത്തെക്കുറിച്ച്, ബോധത്തെക്കുറിച്ച് എന്നോട് ചോദിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കെപ്പോഴും നമ്മുടെ ഉള്ളിൽ അറിവുണ്ട്, ധാരാളമുണ്ട്. എങ്കിലും അത് ആരെങ്കിലും അത്യാവശ്യമുള്ളവർ നമ്മളോട് അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ മാത്രമാണ് നമ്മളത് പറയാൻ പാടുള്ളൂ എന്നാണ്. അത് കേൾക്കുവാൻ വളരെ ജിജ്ഞാസയോടെ, ഒരു കുട്ടിയുടെ കൗതുകത്തോടെ, താല്പര്യത്തോടുകൂടി ഇരിക്കുന്ന വ്യക്തികൾക്കാണ് നമ്മൾ ആത്മബോധത്തെക്കുറിച്ചുള്ള സംഭാഷണം, ആ ജ്ഞാനം പകർന്നു കൊടുക്കേണ്ടത്. നീ പറഞ്ഞത് വളരെ ശരിയാണ് മകനെ എന്ന് ബ്രഹ്മദേവനോട് പറയുകയാണ്. ബ്രഹ്മദേവൻ മകനായ നാരദ മഹർഷിയോട് പറയുന്നു, നീ പറഞ്ഞത് വളരെ ശരി, എനിക്ക് വളരെ മഹിമാവിശേഷങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ എന്നേക്കാൾ ശ്രേഷ്ഠനായ പരമാത്മാവിനെ അറിയാത്തതിനാലാണ് നീ എന്നെ ജഗത്തിന്റെ സ്രഷ്ടാവും രക്ഷിതാവും സംഹർത്താവുമൊക്കെയായി പറഞ്ഞത്. എനിക്ക് നീ പറഞ്ഞ മഹിമാവിശേഷങ്ങളൊക്കെ ഉണ്ട്. ബ്രഹ്മദേവൻ പറയുകയാണ്, നീ പറഞ്ഞതുപോലെ ഞാൻ ജഗത്തിന്റെ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ്, രക്ഷിതാവാണ്, സംഹർത്താവുമാണ്. എന്നേക്കാൾ ശ്രേഷ്ഠനായ ആരെയും നിനക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് നീ എന്നെ ഇത്രയും ശ്രേഷ്ഠതയൊക്കെ തന്നത്. സൂര്യനും ചന്ദ്രനും അഗ്നിയും ലോകത്തെ പ്രകാശിപ്പിക്കുന്നത് പോലെയാണ് പരമാത്മാവായ ഭഗവാൻ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ ഞാൻ പ്രകടമാക്കി തീർക്കുന്നത്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, അവയ്ക്കൊക്കെ ആരാണോ പ്രകാശം കൊടുക്കുന്നത്? ഇപ്പൊ ചന്ദ്രന് കുളിർമ കൊടുക്കുന്നത് ആരാണ്? സൂര്യന് ജ്വലനത, ഇതിന്റെ കാഠിന്യം, ചൂട് കൊടുക്കുന്നത് ആരാണ്? നക്ഷത്രങ്ങൾക്ക് തിളക്കം കൊടുക്കുന്നത് ആരാണ്? അവ സ്വയം അങ്ങനെയൊന്നും ആവില്ലല്ലോ. ഇന്ന് പറഞ്ഞതുപോലെ അതൊക്കെ കൊടുക്കുന്നത് ആരാണോ ആ ആള് തന്നെയാണ് എനിക്കും ആ ആള് തന്നെയാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതും ആ സൃഷ്ടിച്ച പ്രപഞ്ചത്തെ എന്നിലൂടെ പ്രകാശിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഭഗവാൻ സൃഷ്ടിച്ച പ്രപഞ്ചത്തെ എന്നിലൂടെ, ബ്രഹ്മദേവനിലൂടെ ആ പ്രപഞ്ചത്തെ ഒന്ന് പ്രകാശിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ ഞാൻ. ഭഗവാൻ വാസുദേവനെ ഞാൻ മനസ്സാ നമസ്കരിക്കുകയാണ് മകനെ. അവിടുത്തെ മായ കൊണ്ട് മയങ്ങിയതിനാലാണല്ലോ എന്നെ പ്രപഞ്ച സൃഷ്ടാവെന്ന് ജനങ്ങൾ പറയുന്നത്. അപ്പോൾ ഭഗവാൻ വാസുദേവന്റെ മായ കൊണ്ട്, ആ മായാശക്തി കൊണ്ട് മയങ്ങിപ്പോയ ഭൂമിയിലെ ജനങ്ങൾ എന്നെ എന്തു പറയുന്നു? പ്രപഞ്ച സൃഷ്ടാവെന്നൊക്കെ പറയുന്നത് ആ മായ കൊണ്ട് മയങ്ങിപ്പോയത് കൊണ്ടാണ്. പക്ഷേ യഥാർത്ഥത്തിൽ പ്രപഞ്ചം സൃഷ്ടിച്ചത് ഭഗവാനാണ്. ആ ഭഗവാൻ സൃഷ്ടിച്ച പ്രപഞ്ചത്തെ ഞാൻ പ്രകാശിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അർത്ഥമില്ലാതെ ഇങ്ങനെ ഞാനാണ്,
സൃഷ്ടാവെന്നൊക്കെ എല്ലാവരും, ബ്രഹ്മദേവനാണ് സൃഷ്ടാവെന്ന് എല്ലാവരും പുലമ്പിക്കൊണ്ടിരിക്കുന്നു. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നീ പഞ്ചഭൂതങ്ങളെ ദ്രവ്യമെന്ന് പറയുന്നു. ഇനി വളരെ ശ്രദ്ധയോടെ കേൾക്കണം, പഠിച്ചെടുക്കേണ്ട, മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ദ്രവ്യം എന്ന് വെച്ചാൽ 5 ഘടകങ്ങൾ ചേർന്നതാണ്, അതായത് പഞ്ചഭൂതങ്ങൾ. ഏതൊക്കെയാണ്? ജലം, ഭൂമി, വായു, അഗ്നി, ആകാശം. ഈ പഞ്ചഭൂതങ്ങളെയാണ് നമ്മൾ ദ്രവ്യമെന്ന് പറയുന്നത്. ദ്രവ്യം, കർമ്മം, കാലം, സ്വഭാവം, ജീവൻ, ഈ 5 ഘടകങ്ങൾ കൂടി ചേർന്നാണ് പ്രപഞ്ചമുണ്ടായിരിക്കുന്നത്. അതിൽ ഒരു ഘടകം മാത്രമാണ് ദ്രവ്യം. ദ്രവ്യം എന്നാൽ പഞ്ചഭൂതങ്ങൾ. ആ ദ്രവ്യം കൂടാതെ കർമ്മമുണ്ട്, കാലമുണ്ട്, സ്വഭാവമുണ്ട്, ജീവനുണ്ട്. ഇവ 5 ഘടകങ്ങൾ കൂടി ചേർന്നതാണ് പ്രപഞ്ചം. 5 ഘടകങ്ങൾ ചേരുന്നത്. എന്നാൽ ഈ 5 ഘടകങ്ങളിലും പരമാർത്ഥമായിട്ടുള്ള ഒരു ദൃഷ്ടിയിൽ ഭഗവാനിൽ നിന്ന് ഭിന്നങ്ങളല്ല. പരമാർത്ഥ ദൃഷ്ടിയിൽ നമ്മൾ നോക്കിയാൽ ഈ 5 ഘടകങ്ങളും, ഈ പ്രപഞ്ചമുണ്ടായിരിക്കുന്ന ദ്രവ്യം, കർമ്മം, കാലം, സ്വഭാവം, ജീവൻ, ഈ 5 ഘടകങ്ങളും ഭഗവാനിൽ നിന്ന് ഭിന്നമല്ല. അതായത് ഭഗവാനിൽ തന്നെ ഉള്ള ഘടകങ്ങൾ തന്നെയാണ് ഇത്. ഇപ്പൊ സ്വർണം പലവിധമായ ആഭരണങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ, എന്നിട്ട് ആ ആഭരണങ്ങൾക്ക് പ്രത്യേക പേരുകളും പ്രത്യേക ഉപയോഗങ്ങളും. കാതിലിടുമ്പോൾ അതിന് കമ്മലെന്ന് പറയുന്നു, കയ്യിലണിയുമ്പോൾ വളയെന്ന് പറയുന്നു, അരയിൽ കിട്ടുമ്പോൾ അരഞ്ഞാണം, പാദത്തിൽ ഉപയോഗിക്കുമ്പോൾ പാദസരം, കഴുത്തിൽ മാല, ഇങ്ങനെയൊക്കെ. പക്ഷെ അത് ഉണ്ടാക്കിയിരിക്കുന്നതോ സ്വർണം എന്ന ഏകമായിട്ടുള്ള ആ ഒരു വസ്തുവിൽ നിന്നാണ്. എന്ന് പറഞ്ഞതുപോലെ ഭഗവാനാകുന്ന ഏകത്തിൽ നിന്നും പല സൃഷ്ടികളും ഇവിടെ നടക്കുന്നു. ഓരോന്നിനും ഓരോ പേര്. പക്ഷേ എല്ലാറ്റിനെയും ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ സ്വർണം എന്നതുപോലെ എന്തുകൊണ്ടാണ്? ഭഗവാൻ എന്ന് പറയുന്ന ആത്മചൈതന്യം കൊണ്ടാണ് എല്ലാറ്റിനെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അവിടെയാണ് നമ്മളുടെ മനസ്സ് കൊടുക്കേണ്ട കാര്യം. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ട ആത്മജ്ഞാനമാണത്. ഏകത്തിൽ നിന്ന് അനേകം രൂപങ്ങളും ഭേദങ്ങളും ഭാവങ്ങളും ഉണ്ടായിരിക്കുന്നു, നാമങ്ങളും ഉണ്ടായിരിക്കുന്നു. പക്ഷെ ഏകം ഇല്ലെങ്കിൽ ഇത് വല്ലതുമുണ്ടോ? സ്വർണമില്ലെങ്കിൽ ആഭരണങ്ങളില്ല. സ്വർണം ഉള്ളതുകൊണ്ടാണ് വ്യത്യസ്തമായ ആഭരണങ്ങൾ, വ്യത്യസ്ത പേരുകൾ, വ്യത്യസ്ത ഉപയോഗത്തിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പം മഹാശിവനെ, ബ്രഹ്മത്തിന്റെ ഒരു മംഗളകരമായ രൂപമാണ് പരമശിവൻ. അതിനെ സംഹാരത്തിന്റെ ദേവനായി, രുദ്രനായി മാറ്റിയിരിക്കുന്നു. ആ ഒരു നാമവും രൂപവും ആ ഒരു സ്വഭാവവും കൊടുത്തിട്ട് പരബ്രഹ്മ തേജസിന്റെ എല്ലാ സൃഷ്ടികളെയും നിലനിർത്തുവാനുള്ള രൂപമാണ് വിഷ്ണു ഭഗവാനായിട്ട് എല്ലാവരുടെയും ബ്രഹ്മദേവൻ സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികളെയും നിലനിർത്തുന്ന ശക്തിയാണ്. ആ ഒരു ഡ്യൂട്ടിയാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു നാമത്തിൽ വിഷ്ണു ഭഗവാന് ആ രൂപം കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ബ്രഹ്മദേവന് കൊടുത്തിരിക്കുന്നതോ എല്ലാ പ്രപഞ്ചത്തെ ഭഗവാൻ സൃഷ്ടിച്ചിട്ട് ആ സൃഷ്ടികൾ ബ്രഹ്മദേവനെ കൊണ്ട് സൃഷ്ടിപ്പിക്കുന്നു. ഭഗവാൻ സൃഷ്ടിച്ച പ്രപഞ്ചത്തിൽ അതിലെ സ്ഥൂല സൂക്ഷ്മ രൂപങ്ങളെയൊക്കെ ഭഗവാൻ ബ്രഹ്മദേവനെ കൊണ്ട് ചെയ്യുന്ന സൃഷ്ടിവേല ചെയ്യിക്കുന്നതേ ഉള്ളൂ. ഇതെല്ലാം ഭഗവാൻ അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ഇതൊക്കെ ഓരോ രൂപവും ഭാവവും ഭേദവും ഒക്കെ കൊടുത്ത് ഓരോരുത്തരെ, ഇപ്പൊ സ്വർണത്തിൽ നിന്ന് അനേകം വ്യത്യസ്തമായ ആഭരണങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ. പക്ഷെ അവിടെ സ്വർണമാണ് പ്രധാനം. അപ്പോൾ അവിടെ ബ്രഹ്മമാണ് പ്രധാനം. ബ്രഹ്മത്തിൽ ആണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നതെന്ന് സാരം. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ ഈ 5 ഘടകങ്ങൾ ഉണ്ടായതും ഭഗവാനിൽ നിന്നാണ്. പരമാത്മാവായ ഭഗവാൻ തന്നെയാണ് നാരായണൻ. നാരമെന്നാൽ ജീവജാലങ്ങൾ, അയനമെന്നാൽ ആശ്രയം. നാരായണൻ എന്നാൽ ജീവജാലങ്ങൾക്ക് ആശ്രയീഭൂതനാണ്. നാരം എന്നാൽ ജീവജാലങ്ങളെ കുറിച്ചാണ് നാരം എന്ന് പറയുന്നത്. അയനം എന്നാൽ അവയ്ക്കെല്ലാം, ജീവജാലങ്ങൾക്കെല്ലാം ആശ്രയം. അപ്പോൾ നാരായണൻ എന്നാൽ ജീവജാലങ്ങൾക്കെല്ലാം ആശ്രയഭൂതനായ നാരായണൻ എന്നർത്ഥം. 4 വേദങ്ങളും നാരായണനാകുന്ന ലക്ഷ്യത്തോടു കൂടിയവയാണ്. ദേവന്മാരെല്ലാം നാരായണന്റെ അവയവങ്ങളിൽ നിന്നുണ്ടായവരാണ്. 14 ലോകങ്ങളും ഭഗവാൻ നാരായണന്റെ അവയവങ്ങൾ തന്നെ. അത് കഴിഞ്ഞ ഭാഗങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വിരാട് സ്വരൂപന്റെ ഓരോ അവയവങ്ങൾ ആണ്
ഈ 14 ലോകങ്ങളും എന്ന്. പാതാളം മുതൽ ബ്രഹ്മലോകമായ സത്യലോകം വരെയും ഭഗവാന്റെ ഈ വിരാട് രൂപന്റെ മുഖം വരെയും 14 രൂപങ്ങൾ പല പേരുകളിൽ അറിയപ്പെടുന്നു. യാഗങ്ങൾ നാരായണനെ ആരാധിക്കാനുള്ളവയാണ്. യോഗങ്ങളോ നാരായണനെ പ്രാപിക്കാനുള്ള അനുഷ്ഠാനങ്ങൾ. യോഗങ്ങൾ സാഖ്യയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം, ഇതൊക്കെ ഇങ്ങനെയുള്ള യോഗങ്ങളൊക്കെ ഭഗവാനെ പ്രാപിക്കുവാനുള്ള, ഭഗവാനെ സ്വന്തമാക്കുവാനുള്ള അനുഷ്ഠാനങ്ങളാണ്. വേദങ്ങളൊക്കെ ഭഗവാനെ ആരാധിക്കാനുള്ളതുമാണ്. തപസ്സുകൊണ്ടും ജ്ഞാനം കൊണ്ടും സാധിക്കേണ്ടതും നാരായണനെ അറിയൽ മാത്രമാണ്. തപസ്സുകൊണ്ട്, അതായത് ഇപ്പോഴത്തെ തപസ്സെന്ന് പറയുന്ന വ്രതങ്ങൾ കൊണ്ടാണ്. ആ തപസ്സുകൊണ്ടും ജ്ഞാനങ്ങൾ കൊണ്ടും, ഏതുതരം ജ്ഞാനമാണേലും ബ്രഹ്മത്തെ അറിയാനുള്ള ജ്ഞാനം കൊണ്ടും സാധിക്കേണ്ടത് നാരായണനെ അറിയുക എന്ന പൂർണ്ണമായ ലക്ഷ്യമാണ്. പരമപ്രാപ്യസ്ഥാനവും ഭഗവാൻ നാരായണൻ തന്നെയാണ്. പരമമായി ഒരു മനുഷ്യജീവനെ പ്രാപിക്കേണ്ട ലക്ഷ്യസ്ഥാനം ഭഗവാൻ നാരായണൻ തന്നെ. എല്ലാറ്റിനും സാക്ഷിയായി, നിർവികാര സ്വരൂപനായി, സർവ നിയന്താവായി, സാക്ഷിയായി, എല്ലാവരുടെ ആത്മാവായി വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഭഗവാൻ നാരായണനാണ് എന്നെയും പ്രകാശിപ്പിക്കുന്നത് എന്ന് ബ്രഹ്മദേവൻ തൻ്റെ മകനായ നാരദ മഹർഷിയോട് പറയുകയാണ്. ഭഗവാൻ നാരായണന്റെ കടാക്ഷരൂപേണയുള്ള പ്രേരണ കൊണ്ടാണ് ഞാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത്. ഭഗവാൻ നാരായണൻ കടാക്ഷരൂപത്തിൽ എനിക്ക് പ്രേരണ തരുന്നു. ഭഗവാൻ എന്നെ സൃഷ്ടിക്കുവാൻ വേണ്ടി എന്നെ നോക്കുന്നു, എന്നെ കടാക്ഷിക്കുന്നു. ഇപ്പം നാം എന്തെങ്കിലും ഒരു കർമ്മം, ഇപ്പം ടീച്ചേഴ്സ് കുട്ടികളോട് അത് അരുത് എന്ന് പറയുന്നതും നോട്ടത്തിലൂടെയാണ്, ആയിക്കോ എന്ന് പറയുന്നതും നോട്ടത്തിലൂടെയാണ്. അപ്പോൾ നോട്ടത്തിന് ധാരാളം അർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ കടാക്ഷേണ ഭഗവാൻ നാരായണന്റെ കടാക്ഷ രൂപത്തിലുള്ള ആ ഒരു ആജ്ഞ കൊണ്ട്, ആ ഒരു പ്രേരണ കൊണ്ടാണ് ഞാൻ ഈ സൃഷ്ടികളൊക്കെ നടത്തുന്നത് എന്ന് ബ്രഹ്മദേവൻ പറയുന്നു. സർവസമർത്ഥനായ ഭഗവാൻ മായയുടെ 3 ഗുണങ്ങളോട് ബന്ധമില്ലാത്തവനാണ്. മായയുടെ 3 ഗുണങ്ങൾ, ത്രിഗുണങ്ങളോട് ബന്ധമില്ലാത്തവനാണ് സർവസമർത്ഥനായ ഭഗവാൻ. എങ്കിലും പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കായി സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളെ ഭഗവാൻ സ്വീകരിക്കുന്നു. ഇതൊക്കെ നമ്മൾ വിശദമായി പഠിച്ചതാണ്, ത്രിഗുണങ്ങൾ ഗീതയിൽ. ദ്രവ്യങ്ങളായ പഞ്ചഭൂതങ്ങൾ തമോ ഗുണ അഹങ്കാരത്തിൽ നിന്നും, ദ്രവ്യങ്ങൾ എന്ന് വെച്ചാൽ പഞ്ചഭൂതങ്ങൾ, പ്രപഞ്ച സൃഷ്ടിയുടെ ഒന്നാമത്തെ ഘടകമാണ് ദ്രവ്യം. 5 ഘടകങ്ങൾ ചേർന്നാണ് പ്രപഞ്ചം ഉണ്ടായത്. അതിൽ ഒന്നാമത്തേത് ദ്രവ്യം. ദ്രവ്യത്തിൽ 5 ഘടകങ്ങൾ ഏതൊക്കെയായിരുന്നു? 5 ഭൂതങ്ങൾ: വായു, ജലം, അഗ്നി, ആകാശം, മണ്ണ്. ആ 5 ഘടകങ്ങൾ ചേർന്ന് ദ്രവ്യങ്ങൾ ഉണ്ടായിരിക്കുന്നത് തമോ ഗുണ അഹങ്കാരത്തിൽ നിന്നാണ്. തമോ ഗുണ അഹങ്കാരത്തിൽ നിന്ന് ദ്രവ്യം ഉണ്ടായിരിക്കുന്നു. അതായത് തമോ ഗുണത്തിൽ നിന്നും. ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും രജോ ഗുണ അഹങ്കാരത്തിൽ നിന്നുണ്ടായിരിക്കുന്നു. അപ്പോൾ മനുഷ്യരുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ, ജ്ഞാനം, പുറത്തു നിന്നുള്ള ജ്ഞാനം സ്വീകരിക്കുന്ന ജ്ഞാനേന്ദ്രിയങ്ങൾ, പിന്നെ കർമ്മം ചെയ്യാനുള്ള കർമ്മേന്ദ്രിയങ്ങൾ 5 ഇവയെല്ലാം രജോ ഗുണത്തിൽ നിന്നുണ്ടായതാണ്. തമോ ഗുണത്തിൽ നിന്ന് ദ്രവ്യമുണ്ടായി. അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളും മനസ്സും ഉണ്ടായിരിക്കുന്നത് സത്വഗുണ അഹങ്കാരത്തിൽ നിന്നാണ്. സത്വഗുണത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളും മനസ്സും ഉണ്ടായിരിക്കുന്നു സത്വഗുണത്തിൽ നിന്ന്. രജോ ഗുണത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്താണ്? കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും. തമോ ഗുണത്തിൽ നിന്ന് ദ്രവ്യങ്ങളായ പഞ്ചഭൂതങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇത്രയും ക്ലിയറായി കാണും എന്ന് കരുതുന്നു. മായയുടെ ഈ 3 ഗുണങ്ങൾ നിത്യമുക്തനായ ഭഗവാനെ ബന്ധിക്കുന്നില്ല. അതുകൊണ്ടാണ് നിർഗുണസ്വരൂപൻ എന്ന് ഭഗവാനെ പറയുന്നത്. ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഒരിക്കലും അറിയാൻ കഴിയാത്ത ഭഗവാനെ ഭക്തന്മാർക്ക് അനുഭവ സ്വരൂപേണേ അറിയാൻ കഴിയൂ. അപ്പോൾ ഇന്ദ്രിയങ്ങളിലൂടെയോ മനോബുദ്ധിയിലൂടെയോ ഒന്നും ഭഗവാനെ ലഭിക്കുകയില്ല, അനുഭവത്തിലൂടെ ലഭിക്കൂ. അതിന് നമ്മൾ നിർവികൽപ്പ സമാധിയിലൂടെ ഭഗവാനെ അറിയുകയാണ് ചെയ്യുന്നത്. വായു ഇവിടെ ഉണ്ടെന്ന് നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്നു അല്ല, വായുവിനെ ശ്വസിക്കുമ്പോഴാണ് നമ്മൾ ആ മൂക്ക് എന്ന ഇന്ദ്രിയം കൊണ്ട് അനുഭവിക്കുകയാണ്. അപ്പോഴാണ്, അല്ല നമുക്കതിനെ കാണാൻ കഴിയില്ലല്ലോ. പക്ഷെ ഈ ഇന്ദ്രിയങ്ങൾക്കും അതീതനായ ഭഗവാനെ നമുക്ക് കാണാനോ അനുഭവിക്കാനോ സ്പർശിക്കുവാനോ
അല്ലെങ്കിൽ ഭഗവാന്റെ ശബ്ദം കേൾക്കുവാനോ അങ്ങനെയൊന്നും നമുക്ക് സാധിക്കുന്നില്ല. പക്ഷെ അത് അനുഭവത്തിൽ വരുമ്പോൾ ഈ ഇന്ദ്രിയങ്ങളെ നമുക്ക് ആ ഭഗവാന് വേണ്ടി ബോധത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യാം. പക്ഷേ അതൊരു സാധാരണ ജീവിതത്തിലൂടെ കടന്നു പോകുന്നവർക്ക് അത് അസാധ്യമാണ്, ഭഗവാനെ അനുഭവിക്കുക എന്നുള്ളത്. അങ്ങനെ ആ ഭഗവാനാണ് എല്ലാവർക്കും, എനിക്കും ഈശ്വരനായിരിക്കുന്നതെന്ന് ബ്രഹ്മദേവൻ പറയുകയാണ്. മായയുടെ നിയന്താവായ ഈശ്വരൻ തന്നിൽ യാദൃച്ഛികമായി വികസിച്ച കാലം, കർമ്മം, സ്വഭാവം, കാലം, കർമ്മം, സ്വഭാവം എന്നീ 3 ശക്തികളെ പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടി സ്വീകരിച്ചു. ഇവ 3ഉം മായയുടെ ശക്തികളാണ്. ഏത് 3ഉം? കാലം, കർമ്മം, സ്വഭാവം. ഇത് 3ഉം മായയുടെ ശക്തികളാണ്. സ്വഭാവം എന്ന് വെച്ചാൽ ത്രിഗുണങ്ങളിലൂടെ നേടുന്ന സ്വഭാവം. ഈശ്വര സാന്നിധ്യത്തിൽ വികാരം പ്രാപിച്ച കാലം കൊണ്ടാണ് ഈശ്വരന്റെ ഗുണങ്ങൾ, ത്രിഗുണങ്ങൾ, ഈശ്വരൻ മായയിലൂടെ സൃഷ്ടിച്ച ത്രിഗുണങ്ങൾ നമുക്ക് പ്രാപിച്ചെടുക്കാൻ കഴിയുന്നത് ഈശ്വര സാന്നിധ്യത്തിൽ വികാരം പ്രാപിച്ച കാലം കൊണ്ടാണ്. സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങൾ നമുക്ക് അനുഭവമാകുന്നത് ആ കാലം എന്ന മായാശക്തിയുടെ ഒരു ഗുണം കൊണ്ടാണ്. ഒന്ന് മറ്റൊന്നായി മാറുക എന്ന പരിണാമം ഉണ്ടാകുന്നത് മായയുടെ സ്വഭാവം കൊണ്ടാണ്. ഒന്ന് മറ്റൊന്നായി മാറുന്നതിനെയാണ് കാലമെന്ന് പറയുന്നത്. ഒരു ചെറിയ ചെടി വെച്ചു, അതൊരു വലിയ മരമായി, അതിൽ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായി, പൂക്കളൊക്കെ ഉണ്ടായി. അപ്പോൾ അത് കാലത്തിലല്ലേ അത് സംഭവിക്കുന്നത്? അത് ഈ പ്രകൃതിയാകുന്ന മായാസ്വരൂപിണിയാകുന്ന ദേവിയുടെ ഒരു ഘടകം അല്ലെ ഒരു സ്വഭാവത്തിലെ ഒരു ഗുണമാണ് കാലം. പിന്നെ ഒന്നാണ് നമ്മൾ പറഞ്ഞ ദ്രവ്യം, പ്രപഞ്ച സൃഷ്ടിയുടെ ഘടകങ്ങളാണിതൊക്കെ. അപ്പോൾ കാലം കൊണ്ടാണ് ഒന്ന് മറ്റൊന്നിലേക്കുള്ള പരിണാമം സംഭവിക്കുന്നത്. അത് മായയുടെ സ്വഭാവമാണ്. മായയുടെ ശക്തിയാകുന്ന കർമ്മത്തിൽ നിന്ന് പരമാത്മാവായ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് മഹത്തത്വത്തിന്റെ ഉൽപ്പത്തി സംഭവിക്കുന്നു. മായയുടെ മറ്റൊരു ശക്തിയാണ് കർമ്മം. കാലം മായാശക്തിയാണെന്ന് പറഞ്ഞു, ദ്രവ്യവും മായാശക്തിയാണ്. അപ്പോൾ മായയുടെ ശക്തിയാകുന്ന കർമ്മത്തിൽ നിന്ന് പരമാത്മാവായ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് മഹത്തത്വത്തിന്റെ ഉൽപ്പത്തി വികാരം പ്രാപിച്ചു വരുന്നു. മഹത്തത്വത്തിന്റെ ഉൽപ്പത്തി സംഭവിച്ച് അതിന് മാറ്റം വരുന്നു. രജോ ഗുണവും സത്വഗുണവും അധികരിച്ചതും വികാരം പ്രാപിച്ചതുമായ മഹത്തത്വത്തിൽ നിന്ന് ദ്രവ്യങ്ങൾ എന്ന് പറയപ്പെടുന്ന വായു, ആകാശം, അഗ്നി, ജലം, ഭൂമി എന്ന പഞ്ചഭൂതങ്ങൾ ഉണ്ടായി. അപ്പോൾ രജോ ഗുണവും സത്വഗുണവും അധികരിച്ചതും വികാരം പ്രാപിച്ചതുമായ മഹത്തത്വത്തിൽ നിന്നാണ് രജോ ഗുണവും തമോ ഗുണവും. അതിൽ നിന്നാണ് ദ്രവ്യങ്ങൾ എന്ന് പറയപ്പെടുന്ന പഞ്ചഭൂതങ്ങൾ ഉണ്ടായത്. പിന്നെയോ ഇന്ദ്രിയങ്ങളെ പ്രകാശിപ്പിക്കുന്ന ഇന്ദ്രിയ വിഷയങ്ങളും മനസ്സുമൊക്കെ ഉണ്ടായത് എന്ന് മുമ്പേ പറഞ്ഞു. അത് രജോ ഗുണത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയൊക്കെ ഉണ്ടായി. തമോ ഗുണത്തിൽ നിന്ന് പഞ്ചഭൂതങ്ങൾ ഉണ്ടായി എന്ന് മുമ്പേ ആദ്യം തന്നെ ഞാൻ പറഞ്ഞതാണ്, മുൻപത് സൂചിപ്പിച്ചതാണ്. അങ്ങനെ തമോ ഗുണപ്രധാനമായിരിക്കുന്ന അഹങ്കാര തത്വം അങ്ങനെ ഉണ്ടാകുന്നു. ഇന്ദ്രിയങ്ങൾ എന്നിവയുടെ സ്വരൂപത്തിൽ പഞ്ചഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങളെ പ്രകാശിപ്പിക്കുന്ന ദേവതകൾ, ഇന്ദ്രിയങ്ങൾ എന്നിവയുടെ സ്വരൂപത്തിലിരിക്കുന്നതും തമോ ഗുണം പ്രധാനമായിരിക്കുന്നതുമായ അഹങ്കാര തത്വം ഉണ്ടായി. താമസ അഹങ്കാരത്തെ ദ്രവ്യശക്തി എന്നും രാജസ അഹങ്കാരത്തെ ക്രിയാശക്തി എന്നും സ്വാത്വിക അഹങ്കാരത്തെ ജ്ഞാനശക്തി എന്നും പറഞ്ഞു വരുന്നു. താമസ ഗുണത്തെ, താമസ ശക്തിയെ ദ്രവ്യശക്തി, ദ്രവ്യമുണ്ടായത് താമസ ശക്തിയിൽ നിന്നാണ്, താമസ ഗുണത്തിൽ നിന്നാണ്. രാജസ അഹങ്കാരത്തെ ക്രിയാശക്തി എന്നും, രാജസത്തിൽ നിന്നാണ് ആ കർമ്മശക്തി ഉണ്ടായിരിക്കുന്നത്, അതിനെ ക്രിയാശക്തി എന്നും. സ്വാത്വിക അഹങ്കാരത്തെ ജ്ഞാനശക്തി, മനസ്സും ബുദ്ധിയും ഒക്കെ ചേരുന്നതാണ് സാത്വിക അഹങ്കാരം. ആ സ്വാത്വിക അഹങ്കാരത്തിൽ നിന്നും ജ്ഞാനശക്തിയും പുറത്തു വരുന്നു. ഇങ്ങനെ ഈ 3 ശക്തികളിലൂടെ ഈ ത്രിഗുണങ്ങൾ പ്രകാശിപ്പിക്കുന്നു. വികാരം പ്രാപിച്ച തമോ ഗുണ അഹങ്കാരത്തിൽ നിന്ന് ആകാശമുണ്ടായി.
അപ്പോൾ തമോ ഗുണത്തിൽ നിന്ന് ആകാശമുണ്ടാകുന്നു. ആകാശത്തിന്റെ ഗുണം ശബ്ദമാണ്. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. ആകാശത്തിന്റെ ഗുണം ശബ്ദം. പഞ്ചഭൂതങ്ങൾക്ക് ഓരോന്നിനും ഓരോ ഗുണമുണ്ട്. ആ തമോ ഗുണത്തിൽ നിന്ന് ആകാശമുണ്ടായി. ആകാശത്തിന്റെ ഗുണം ഏതാണ്? ശബ്ദമാണ്. ഈ ശബ്ദം കാണുന്നവൻ അല്ലെ കാണപ്പെടുന്ന വസ്തു, കാണൽ എന്നീ ഭേദങ്ങളെ ഉണ്ടാക്കി തീർത്തിരിക്കുന്നു. ഈ ശബ്ദം കാണുന്നവനെന്നും കാണപ്പെടുന്ന വസ്തു എന്നും രണ്ട് ഭേദങ്ങളെ ഉണ്ടാക്കി. കാണുന്നവനും കാണപ്പെടുന്ന വസ്തുവും. നമ്മൾ കാണുന്നത് ആരാണ്? ഞാനാണ് കാണുന്നത്. കാണപ്പെടുന്ന വസ്തു ഏതാണ്? നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഇവിടെ കാണുന്ന എല്ലാ ഭൂതങ്ങളും കാണപ്പെടുന്ന വസ്തുവാണ്. അപ്പോൾ ഞാനൊരു ഭഗവാന്റെ ഒരു വിഗ്രഹം കാണുന്നു. അപ്പോൾ ആ കാണുന്നത് ഭഗവാന്റെ വിഗ്രഹം. കാണപ്പെടുന്ന വസ്തുവാണ് വിഗ്രഹം. കാണുന്നതോ ഞാൻ. പക്ഷേ ഇവിടെ നമ്മൾ ഏകത്വം, അതായത് അദ്വൈതം പറഞ്ഞു വരുമ്പോൾ ഈ കാണപ്പെടുന്നവനും കാണുന്നത് ഒന്ന് തന്നെ എന്നുള്ള തത്വത്തിലേക്കാണ് നാം പോകുന്നത്. കാണപ്പെടുന്നത് ഇപ്പം നമ്മളിവിടെ കാണുന്ന എല്ലാം ഇവിടെ ഒരു ചെടി നിൽക്കുന്നു, അല്ലെങ്കിൽ മരങ്ങൾ നിൽക്കുന്നു, പക്ഷികൾ നിൽക്കുന്നു, അല്ലെങ്കിൽ മറ്റു മനുഷ്യരൊക്കെ നിൽക്കുന്നു. എല്ലാം നമ്മൾ കാണുകയാണ് എവിടെ നോക്കിയാലും. ആ കാണപ്പെടുന്നതും പിന്നെ കാണുന്നവൻ ദൃക്കും, ദൃക്കെന്ന് വെച്ചാൽ ദൃക്കും ആ കാണുന്ന സാക്ഷിയും ഒന്ന് തന്നെയാണ്. ദൃക്കും ദൃശ്യവും. ദൃക്കാണ് നമ്മൾ കാണുന്ന വ്യക്തി, ദൃശ്യമാണ് കാണുന്ന ഈ പ്രപഞ്ചം. ഇത് രണ്ടും ഒന്നേ എന്ന ഒരു തത്വത്തിലേക്കാണ് നമ്മൾ ശരിക്കും ആത്മതത്വം അറിഞ്ഞു വരുമ്പോൾ നാം ചെന്നെത്തിച്ചേരുന്നത്. കാരണം ഇവിടെ കാണുന്ന സർവ്വഭൂതങ്ങളും മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ സ്വർണത്തിൽ നിന്ന് അനേകം ആഭരണങ്ങൾ ഉണ്ടാകുന്നത് പോലെ ഇവിടെ കാണുന്ന എല്ലാ വസ്തുക്കളും ബ്രഹ്മത്തിൽ നിന്നുണ്ടായി. അപ്പോൾ ഈ കാണുന്നവനായ ഞാനും ബ്രഹ്മത്തിന്റെ ഭാഗമല്ലേ? ആണ്. തന്നെയുമല്ല, എന്നെ കാണാൻ പ്രേരിപ്പിക്കുന്ന, എന്റെ കണ്ണിന് കാഴ്ച തരുന്ന, എന്റെ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന ശക്തി ആരാണ്? എന്നിലിരിക്കുന്ന ആത്മചൈതന്യം, ഭഗവാൻ, പരമാത്മ ചൈതന്യമാണത്. അപ്പോൾ ഇവിടെ ഈ ഞാനാകുന്ന എന്നിലിരിക്കുന്ന ബോധസ്വരൂപനായ ഭഗവാൻ എന്നെ കൊണ്ട് കാണിക്കുന്ന ആ കാഴ്ചകളും ആ കാണാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ശക്തിയും ഒന്ന് തന്നെയാണെങ്കിൽ നമ്മൾ അദ്വൈതം തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. എന്താണ്? എല്ലാം ഒന്നേ ഉള്ളൂ. ഉള്ളിലിരുന്ന് കാണുന്നവനും ഭഗവാൻ തന്നെ, കാണാൻ പ്രേരിപ്പിക്കുന്നതിനും ഭഗവാൻ തന്നെ, ഈ കണ്ണ് ശരീരത്ത് പ്രവർത്തിപ്പിക്കുന്നതും ഭഗവാൻ തന്നെ. അപ്പോൾ ചുറ്റുപാടും കാണുന്ന കാഴ്ചകൾ, ഈ കണ്ണിലേക്ക് കടന്നു വരുന്ന കാഴ്ചകൾ, അതും ഭഗവാൻ തന്നെ. ഭഗവാന്റെ സൃഷ്ടിയല്ലാതെ വേറെ ഇവിടെ ഒന്നുമില്ല. ദൃക്കും ദൃശ്യവും എന്ന് പറയുന്ന രണ്ടവസ്ഥയില്ല, ഒന്നേ ഉള്ളൂ, ഒറ്റ ഒരവസ്ഥ. അതിലേക്കൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അദ്വൈതത്തിന്റെ ഏറ്റവും ഒരു പരമമായിട്ടുള്ളൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ശബ്ദമാണ് തമോ ഗുണത്തിൽ നിന്നുണ്ടായത്. ആ ശബ്ദത്തിന്റെ ഗുണം ആകാശമാണ്. തമോ ഗുണത്തിൽ നിന്നുണ്ടായ ആകാശത്തിന്റെ ഗുണമാണ് ശബ്ദം. അപ്പോൾ വികാരം പ്രാപിച്ച ആകാശത്തിൽ നിന്ന് സ്പർശമാകുന്ന ഗുണത്തോടുകൂടി വായു ഉണ്ടായി. ഇനി രണ്ടാമത്തെ പഞ്ചഭൂതമാണ് വായു. ആദ്യം ആകാശത്തെക്കുറിച്ച് പറഞ്ഞത് വളരെ ശ്രദ്ധയോടെ കേൾക്കണം. അതുകൊണ്ടാണ് ഞാൻ പല ആവർത്തി പറയുന്നത്. ആദ്യമുണ്ടായത് ശബ്ദം ആണ് ആകാശത്തിന്റെ ഗുണം. ആദ്യമുണ്ടായത് തമോ ഗുണത്തിൽ നിന്ന്, തമോ ഗുണ അഹങ്കാരത്തിൽ നിന്ന് ആകാശം എന്ന് വെച്ചാൽ വളരെ ശൂന്യമായി കിടക്കുന്ന ഭാഗം അതുണ്ടാകുന്നു. അതിന്റെ ഗുണം ശബ്ദമാണ്. അതുകൊണ്ടാണ് ശബ്ദത്തിൽ നിന്ന്, പ്രണവാക്ഷരത്തിൽ നിന്നും, ഓംകാരത്തിൽ നിന്നും, നാദബ്രഹ്മത്തിൽ നിന്നും എല്ലാം ഉണ്ടായി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആകാശത്തിന്റെ ഗുണം ശബ്ദം. രണ്ടാമതുണ്ടായതോ വായു. വികാരം പ്രാപിച്ച ആകാശത്തിൽ നിന്ന് സ്പർശമാകുന്ന ഗുണത്തോടു കൂടിയ വായു ഉണ്ടായി. സ്പർശമാകുന്ന ഗുണം അതായത് വായു നമ്മെ സ്പർശിക്കുമ്പോൾ നമുക്ക് ആ സ്പർശത്തിലൂടെ വായുവിനെ തിരിച്ചറിയാൻ സാധിക്കുന്നു. അപ്പോൾ ആകാശത്തിൽ നിന്ന് സ്പർശമാകുന്ന ഗുണത്തോടു കൂടിയ വായു ഉണ്ടായി. ആകാശത്തിന്റെ ഗുണമായ ശബ്ദവും സ്വന്തം ഗുണമായ സ്പർശവും വായുവിലുണ്ട്. അപ്പോൾ പഞ്ചഭൂതങ്ങളുടെ രണ്ട് ഗുണങ്ങൾ പറഞ്ഞു. തമോ ഗുണ അഹങ്കാരത്തിൽ നിന്ന് ആകാശമുണ്ടായി. ആകാശത്തിന്റെ ഗുണം ശബ്ദമാണ്. അത് കഴിഞ്ഞ് ആ ആകാശം വികാരം പ്രാപിച്ച് വികസിച്ച് എന്തോ ഉണ്ടായി? വായു ഉണ്ടായി. വായുവിന്റെ ഗുണം എന്തായിരുന്നു? സ്പർശം.
മറന്നു പോകരുത്, ശ്രദ്ധിക്കുക. വായുവിന്റെ ഗുണം സ്പർശം. ഇന്ദ്രിയ ബലം, മനോബലം, ധാരണാബലം, ശരീരബലം ഇവയെല്ലാം വായുവിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഏതൊക്കെയാണ്? ഇന്ദ്രിയബലം, ഇന്ദ്രിയങ്ങളുടെ ബലം, മനോബലം, ധാരണാബലം, ശരീരബലം ഇവയെല്ലാം വായുവിൽ നിന്ന് ഉണ്ടാകുന്നു. പ്രാണധാരണത്തിനും ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുവാനുമുള്ള കഴിവും മനസ്സിന്റെ ധൈര്യം മുതലായ ഗുണങ്ങൾക്കും ശരീരത്തിന്റെ ശക്തിക്കും കാരണം വായുവാണ്. അതായത് പ്രാണനെ ധരിക്കുവാന്, ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കാന്, മനസ്സിന് ധൈര്യം തരുവാനുള്ള ആ ഒരു ശക്തികളെല്ലാം കിട്ടുന്നത് വായുവിൽ നിന്നാണ്. വായുവിന്റെ ഗുണം സ്പർശം, ആകാശത്തിന്റെ ഗുണം ശബ്ദം. വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. കാലം, കർമ്മം, സ്വഭാവം ഇവ കൊണ്ട് വികാരം പ്രാപിച്ച വായുവിൽ നിന്നും, കാലം, കർമ്മം, സ്വഭാവം മായയുടെ 3 ഗുണങ്ങളാണത്. ത്രിഗുണങ്ങളിൽ നിന്നാണ് ഇവ ഉണ്ടാകുന്നത്. കാലം, കർമ്മം, സ്വഭാവം ഇവ കൊണ്ട് വികാരം പ്രാപിച്ച വായുവിൽ നിന്നും അഗ്നി ഉണ്ടാകുന്നു. കാലം, കർമ്മം, സ്വഭാവം ഇവയിൽ നിന്നും ഇവ വികാരം പ്രാപിച്ച ആ വായുവിൽ നിന്നും അഗ്നി ഉണ്ടായി. അപ്പോൾ ഇവിടെ ആദ്യം ഉണ്ടായത് ശബ്ദം. ശബ്ദത്തിന്റെ ഗുണം എന്താ? ആദ്യം ഇവിടെ ഉണ്ടായത് എന്തായിരുന്നു? ആകാശം. ആകാശത്തിന്റെ ഗുണം ശബ്ദം. രണ്ടാമത് ആകാശം വികാരം പ്രാപിച്ച് എന്തുണ്ടായി? വായു ഉണ്ടായി. വായുവിന്റെ ഗുണം സ്പർശം. ഇനിയും വായു വികാരം പ്രാപിച്ച്, എങ്ങനെയാണ് വായു വികാരം പ്രാപിച്ചത്? കർമ്മം, സ്വഭാവം, കാലം ഇവ കൊണ്ട് വികാരം പ്രാപിച്ച വായുവിൽ നിന്നും അഗ്നി ഉണ്ടാകുന്നു. അഗ്നിയിൽ സ്വന്തം ഗുണമായ രൂപം. അപ്പൊ അഗ്നിയുടെ ഗുണം ഏതാണ്? രൂപം. അഗ്നിയിൽ സ്വന്തം ഗുണമായ രൂപവും ആകാശത്തിന്റെയും വായുവിന്റെയും ഗുണങ്ങളായ ശബ്ദവും സ്പർശവും വികാരം പ്രാപിച്ച അഗ്നിയിൽ ജലമുണ്ടാകുന്നു. അപ്പോൾ ശബ്ദവും സ്പർശവും വികാരം പ്രാപിച്ച് അഗ്നി ഉണ്ടാകുന്നു. ആ അഗ്നിയിൽ നിന്ന് ജലമുണ്ടാകുന്നു. ഓരോ തത്വങ്ങൾ ഉണ്ടാകുകയാണ്. പ്രപഞ്ച സൃഷ്ടിയുടെ മൂലകാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത്. വളരെ ശ്രദ്ധയോടെ കേൾക്കണം, രസത്തോടെ ഇരിക്കണം, ഇത് മനസ്സിലാക്കണമെന്നുള്ള അറിവ് അന്വേഷിക്കുന്നവർക്ക് മാത്രമേ ഇത് എളുപ്പം പിടികിട്ടുകയുള്ളൂ. കാരണം നമ്മൾ ഏകനായ ബ്രഹ്മത്തെ അന്വേഷിക്കുന്നവർക്ക് മാത്രം വേണ്ട കാര്യങ്ങളാണിത്. പല ഭക്തിയിലേക്ക്, അതായത് പരാഭക്തി, അപരാഭക്തി എന്നിങ്ങനെ 2 തരം ഭക്തിയുണ്ട്. കാരണം നമ്മൾ കാമ്യഭക്തി എന്ന് പറയുന്നത് പോലെ, ലൗകികവും അലൗകികവും എന്നൊക്കെ പറയുന്നത് പോലെ, ജ്ഞാനവും അജ്ഞാനവും എന്ന് പറയുന്നതൊക്കെ പോലെ തന്നെ. അപ്പോൾ നമുക്ക് ജ്ഞാനമാണ് വേണ്ടതെങ്കിൽ, ആത്മാവിനെ അറിയുന്ന, ബ്രഹ്മത്തെ അറിയുന്ന ആ ഒരു വഴിയിലേക്കാണ് നാം പോകേണ്ടതെങ്കിൽ ഈ ജ്ഞാനം എളുപ്പം പിടികിട്ടും. അത് പിടികിട്ടണം. എന്നാൽ മറ്റ് കാമ്യഭക്തികളിലേക്കൊക്കെ, ലൗകിക ഭോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഭക്തിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവുകയില്ല. കാരണം ഇത് ഏകത്വത്തിലേക്ക്, അദ്വൈതത്തിലേക്ക് പോകുന്ന, പരമാത്മ ചൈതന്യത്തിലേക്ക് പോകുന്ന ജ്ഞാനമാണ്. ഇപ്പോൾ നമ്മൾ ഓരോ തത്വവും, ഓരോ അഹങ്കാര തത്വങ്ങളിലൂടെ, ഓരോ മഹാ അഹങ്കാര തത്വങ്ങളിലൂടെ ഉണ്ടായതാണ് ആദ്യത്തെ ആ പ്രപഞ്ച സൃഷ്ടി. ആ പ്രപഞ്ച സൃഷ്ടിയിലെ ദ്രവ്യം എങ്ങനെയുണ്ടായി എന്ന് പറഞ്ഞു. പഞ്ചഭൂതങ്ങളെയാണ് ദ്രവ്യമെന്ന് പറയുന്നത്. അത് താമസ ഗുണത്തിൽ നിന്നുണ്ടായതാണ് ദ്രവ്യം. അതുപോലെ മനസ്സും ഇന്ദ്രിയങ്ങളും ബുദ്ധികളൊക്കെ ഉണ്ടായത് രജോ ഗുണത്തിൽ നിന്ന്. ആത്മചൈതന്യത്തെക്കുറിച്ച് അറിയുവാനുള്ള ആ പ്രധാനപ്പെട്ട തത്വം അന്വേഷിക്കുന്ന ആ മനസ്സ്, ആ ബോധം സത്വഗുണത്തിൽ നിന്നുണ്ടായി. അതിനുശേഷം പ്രപഞ്ചത്തിൽ ആദ്യമായി ഉണ്ടായത് ശബ്ദമാണ്. ആകാശത്തിൽ നിന്നുണ്ടായി ശബ്ദം. അപ്പോൾ ആകാശത്തിന്റെ ഗുണം ശബ്ദമാണ്. രണ്ടാമതുണ്ടായത് ആ ആകാശം വികാരം പ്രാപിച്ച് സ്പർശം ഗുണമുള്ള വായു ഉണ്ടായി. അപ്പോൾ വായുവിന്റെ ഗുണം സ്പർശം. ഇനിയും ആകാശവും വായുവും കൂടി വികാരം പ്രാപിച്ചുണ്ടായതാണ് അഗ്നി. അഗ്നിയുടെ ഗുണം രൂപം. ഇനിയും ഇവ 3 കൂടി, ആകാശവും വായുവും അഗ്നിയും കൂടി വികാരം പ്രാപിച്ചുണ്ടായതാണ് ജലം. ജലത്തിന്റെ ഗുണമാണ് രസം. അപ്പോൾ ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കണം. അപ്പോൾ ജലത്തിന്റെ സ്വന്തം ഗുണമായ രസം, ആകാശം, വായു, അഗ്നി എന്നിവയുടെ ഗുണങ്ങളായ സ്പർശം,
ശബ്ദം, സ്പർശം, രൂപം എന്നീ ഗുണങ്ങളും സ്വന്തം ഗുണമായ രസവും എന്തിലുണ്ട്? ജലത്തിനുണ്ട്. അപ്പോൾ ജലത്തിന് ശബ്ദമുണ്ട്, സ്പർശമുണ്ട്, രൂപമുണ്ട്, പിന്നെയോ രസവും അതിലടങ്ങിയിരിക്കുന്നു. കാരണം ഈ ശബ്ദ, സ്പർശ, രൂപ, ഗന്ധങ്ങളെല്ലാം കൂടെ ചേരുന്നതാണ്, രസം ചേർന്നാണ് ഈ ജലം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ജലത്തിന് ശബ്ദമുണ്ട്, ജലത്തിന് രൂപമുണ്ട്, ജലത്തിന് സ്പർശമുണ്ട്, ജലത്തിന് രസമുണ്ട്. രസമെന്ന് വെച്ചാൽ എന്താണ്? അതിന് ഇപ്പം സമുദ്രജലത്തിന്റെ രസമാണ് ലവണം, ഉപ്പ്. അതുപോലെ ആ ടേസ്റ്റിനെയാണ് പറയുന്നത്. വികാരം പ്രാപിച്ച ജലത്തിൽ നിന്നും ഇനി അവസാനത്തെ പ്രപഞ്ചഘടനയിൽ അവസാനത്തെ സൃഷ്ടിയായ ഭൂമി ഉണ്ടായി. ഇങ്ങനെയാണ് ഭൂമി ഉണ്ടായത്. അപ്പോൾ നാം പറയുന്ന പരിവർത്തന, ഈ ബയോളജിയിലൊക്കെ പറയുന്ന ഉണ്ടല്ലോ, ചേഞ്ച് ചെയ്ത് ആദ്യം ഉണ്ടായ ഒരു ജീവി അതിനെ അനേക കാലം കഴിഞ്ഞ് ചേഞ്ച് ചെയ്ത് ഇങ്ങനെ വന്നു. അല്ലെങ്കിൽ ഹൈഡ്രജനും ഓക്സിജനും കൂടി സമ്മേളിച്ചു എന്നൊക്കെയല്ലേ നമ്മൾ പറയുന്നത് ജലം ഉണ്ടാകാൻ. പക്ഷേ ശാസ്ത്രം പറയുന്നതിനേക്കാൾ എത്രയോ വ്യക്തമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യം ആകാശം എന്നുവെച്ചാൽ ശൂന്യത, അതിൽ നിന്നും ശബ്ദമുണ്ടായി, പ്രണവ ശബ്ദമുണ്ടായി. ആ ശൂന്യതയിൽ ആകാശത്തിൽ നിന്നും സ്പർശ ഗുണമുള്ള വായു ഉണ്ടായി. വായുവിന്റെ ഗുണം സ്പർശം. ആകാശവും ഈ വായുവും കൂടി സമ്മേളിച്ച് എന്തുണ്ടായി? അടുത്തത് മൂന്നാമത്തെ രൂപമായ പഞ്ചഭൂതമായ അഗ്നി ഉണ്ടായി. അഗ്നിയുടെ ഗുണം രൂപം. അതിനുശേഷം ആകാശവും വായുവും അഗ്നിയും കൂടി ചേർന്ന് അടുത്ത പഞ്ചഭൂതത്തെ സൃഷ്ടിച്ചു. ഏതാണ്? ജലം. ജലത്തിന്റെ ഗുണം രസം. ഇനിയും ഇവ നാലും കൂടി ചേർന്നുണ്ടായതാണ് ഭൂമി. ഇപ്പോൾ മനസ്സിലായോ ഏകദേശമൊക്കെ? അപ്പോൾ വികാരം പ്രാപിച്ച ജലത്തിൽ നിന്നും എന്തുണ്ടായി? ഭൂമി ഉണ്ടായി. ഭൂമിയിൽ സ്വന്തം ഗുണമായ ഗന്ധവും, ഭൂമിയുടെ ഗുണമാണ് ഗന്ധം. അപ്പോൾ ശബ്ദം ആരുടെ ഗുണമാണ്? ശബ്ദം ആകാശത്തിന്റെ ഗുണം. പിന്നെ രണ്ടാമത്തെ ഗുണം സ്പർശം, വായുവിന്റെ ഗുണം. മൂന്നാമത്തെ ഗുണം രൂപം, അഗ്നിയുടെ ഗുണം. നാലാമത്തെ ഗുണം രസം, ജലത്തിന്റെ ഗുണം. അഞ്ചാമത്തെ ഗുണം ഏതായിരുന്നു? ഭൂമിയുടെ ഗന്ധം. അത് ഭൂമിയുടെ പഞ്ചഭൂതങ്ങൾ ഓരോന്നും എങ്ങനെയുണ്ടായി, അവയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ ഇത്രയും വിശദമായി പറഞ്ഞു തന്നത്. അങ്ങനെ ശബ്ദസ്പർശ രൂപരസങ്ങളാകുന്ന ഗുണങ്ങൾ എല്ലാം കൂടി ചേർന്ന് ഈ പ്രപഞ്ചഘടനയുണ്ടായി. അപ്പോൾ നമുക്ക് ഇത്രയും മതി. ഇത് നല്ല കഠിനമായ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ആവർത്തിച്ച് പറഞ്ഞപ്പോൾ അത് ബോറായി കേൾക്കുന്നവർക്ക് തോന്നരുത്. ഞാനിത് മനസ്സിലാകാൻ വേണ്ടി, എനിക്ക് മനസ്സിലായത് ഞാൻ ഇത്രയും ഒന്നും പറഞ്ഞിട്ടും വായിച്ചിട്ടും ഒന്നും അല്ല. അപ്പോൾ അതുപോലെ എല്ലാവരും പെട്ടെന്ന് പിടിച്ചെടുക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ ഈ ഒരു ലക്ഷ്യത്തിൽ തന്നെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ആകെയുള്ള എൻ്റെ മനസ്സിലെ ചോദ്യം ഇതൊക്കെയായിരുന്നു. പ്രപഞ്ച സൃഷ്ടി എങ്ങനെയുണ്ടായി? ഭഗവാൻ ഇതൊക്കെ എങ്ങനെ സൃഷ്ടിക്കുന്നു? ഈ ബ്രഹ്മദേവൻ നാരദ മഹർഷിയോട് ചോദിച്ച അതേ ചോദ്യങ്ങൾ തന്നെയാണ് എൻ്റെ ഉള്ളിൽ ഒരുപാട് കാലം കൊണ്ടുണ്ടായിരുന്നത്. അതിന് ഭഗവാൻ തന്നെയാണ് എനിക്ക് ഗുരുസ്ഥാനത്ത് നിന്ന് ജ്ഞാനം ഉപദേശിച്ചു തന്നത്. എനിക്കിതൊക്കെ മനസ്സിലായത്. പക്ഷെ ഇത് എന്നെ കേൾക്കുന്ന പല ഈ ഭക്തിയുടെ പല ലെവലിൽ നിൽക്കുന്നവരുണ്ട്. ഭക്തിയിൽ തന്നെ എത്രയോ താഴ്ന്ന ലെവലും അതിന് മുകളിലേക്കുള്ളവരും ഏറ്റവും ഉന്നതിയിൽ എത്തുന്നവരും ഒക്കെ ഉണ്ടല്ലോ. എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഇത് പല ആവർത്തി പറഞ്ഞത്. ക്ലാസ് എടുക്കുന്ന പോലെ തന്നെ, ചെറിയ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന പോലെ തന്നെയാണ് പറഞ്ഞത്. എല്ലാവരും മനസ്സിലാക്കണം. ഇത് പെട്ടെന്ന് മനസ്സിലായവർക്ക് ഇത് ബോറായിട്ട് തോന്നും. ഈ ആവർത്തിച്ച് ഒരേ കാര്യം തന്നെ ഇരുന്ന് പറയുന്നത്. പക്ഷേ അത് ആവർത്തിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും മനസ്സിലാക്കാത്ത കുട്ടി പോലും അത് മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അധ്യാപികയ്ക്ക് ഇങ്ങനെ പറഞ്ഞു തരാൻ കഴിയുള്ളൂ. അത് പെട്ടെന്ന് പിടിച്ചെടുക്കുന്നവർക്ക് അത് ബോറായി തോന്നുമെങ്കിലും ഏറ്റവും അവസാനം പിടിച്ചെടുക്കുന്നവരെ ഉദ്ദേശിച്ചാണ് നമ്മളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കുക. ഇതിന്റെ തുടർച്ച അടുത്ത ക്ലാസ്സുകളിൽ, അടുത്ത ദിവസങ്ങളിലെല്ലാം ഉണ്ടാവും. ഇതൊന്നും ക്ലാസ്സായിട്ടൊന്നും കാണരുത്. ഭഗവാൻ എനിക്ക് തന്ന ജ്ഞാനം എന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ പകർത്ത് തരുന്നു. എൻ്റെ ഉള്ളിൽ ഭഗവാൻ ഇരുന്ന് സംസാരിക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതൊരു ക്ലാസ്സും ഒന്നുമല്ല. ജ്ഞാനം പരസ്പരം പങ്കുവയ്ക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരെയും ഭഗവാൻ ഈ ജ്ഞാനം സ്വീകരിക്കുവാനും ഇത് സ്വാംശീകരിച്ച് സ്വന്തമാക്കുവാനും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇന്നലെ രാധാഷ്ടമിയായിരുന്നു.
ഞാൻ മക്കളും എല്ലാവരും ഞങ്ങൾ ഗുരുവായൂർ പോയിരുന്നു. ഭഗവാനെ കണ്ണിറയെ കണ്ടു. നല്ല തിരക്കുണ്ടായിരുന്നു. എങ്കിലും വളരെ സന്തോഷം. ഭഗവാനെ ഒരുപാട് നേരം ഭഗവാനോടൊപ്പം ചെലവഴിക്കാൻ കഴിഞ്ഞു ആ പുണ്യഭൂമിയിൽ. വളരെ സന്തോഷമായിട്ട് തിരികെ വന്നു. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ എങ്ങും എനിക്കൊരു വീഡിയോയും ചെയ്യാൻ കഴിഞ്ഞില്ല. നല്ല ജോലി തിരക്കൊക്കെ ആയിരുന്നു. അങ്ങനെ വളരെ സന്തോഷമായി എല്ലാ കാര്യങ്ങളും മുന്നോട്ട് ഭഗവാൻ കൊണ്ടുപോകുന്നു. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഭക്തിയുടെ ഒരു നല്ല ലെവലിലേക്ക് എല്ലാവരും ഉയർന്നു വരുന്നു എന്ന് അവരിൽ നിന്നും വരുന്ന ചോദ്യങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതുതന്നെയാണ് എൻ്റെ ലക്ഷ്യവും. ഇതുതന്നെയാണ് എല്ലാവരെയും ഭഗവാനെ അറിയിക്കുക, ആത്മബോധത്തിൽ എല്ലാവരെയും എത്തിക്കുക. അപ്പോൾ എല്ലാവർക്കും അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയർക്കെല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. സർവകർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാസമസ്ത സുഖിനോ ഭവന്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ. കണ്ണനെ തേടി ഓടക്കുഴലിൽ നിൻ പീലി കണ്ണെന്തിനു നീ പണ്ടേ മറന്നു വെച്ചു. എന്മിഴിനീരിലെ നാമജപങ്ങളെ പുണ്യമാം തീരത്തണച്ചവനേ. എന്മിഴിനീരിലെ നാമജപങ്ങളെ പുണ്യമാം തീരത്തണച്ചവനേ. വിറകിൽ ചിതഗ്നിയായി കാട്ടിലലഞ്ഞപ്പോൾ വിധിയോടൊളിച്ച് കളിച്ചവനേ. എൻ്റെ ദൈവം ഭവാൻ എൻ്റെ ദൈവം. ഒരു പിടിയവിലുമായി ജന്മങ്ങൾ താണ്ടി ഞാൻ വരികയായി ദ്വാരക തേടി. ഗുരുവായൂർ കണ്ണനെ തേടി. അഭിഷേകനേരമാണെങ്കിലും നീയപ്പോൾ അടിയനു വേണ്ടി നട തുറന്നു. 1000 മണിയൊച്ച എതിരേറ്റു എന്നെ അവിടുത്തെ കാരുണ്യമെതിരേറ്റു. അവിടുത്തെ കാരുണ്യമെതിരേറ്റു. ഭഗവാനെ, എൻ്റെ കൃഷ്ണ, ലോകാസമസ്ത സുഖിനോ ഭവന്തു.